Hi, welcome back to an all new episode of All Things Considered. നമ്മുടെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ഏപ്രിൽ 25-ാം തീയതിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നേക്ക് ഏതാണ്ട് 3 മാസമോ ഒരാഴ്ചയായി നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവിച്ചത്. ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ച് വേറെ പല കാര്യങ്ങളായിട്ട് തിരക്കായിപ്പോയി. സെലിബ്രേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. 500-ൻ്റെ കേക്ക് മുറിക്കൽ പോലത്തെ പരിപാടിയൊന്നും ഉണ്ടായില്ല. ഭയങ്കര ഒരു എങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കണമെന്ന് പോലും അറിയാൻ വയ്യ. കാരണം ഇതിൻ്റെ ഒരു ഗ്രാൻഡ് സ്കീമിൽ നോക്കുമ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ളവരുടെ കണ്ണിൽ വലിയ കാര്യമായിരിക്കില്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പം നമ്മുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്ന 1000 പേരാണ്, 1000 നമ്പേഴ്സ് ആയിരിക്കുകയാണ്. അത് എത്ര നന്ദി പറഞ്ഞാലും നിങ്ങളോടൊന്നും മതിയാവത്തില്ല. അതുകൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ സന്തോഷം പങ്കുവെക്കാനായിട്ട് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് വീഡിയോയിൽ എൻ്റെ സ്വന്തം ഈ ചെറുക്കനെ കൊണ്ട് തന്നെ തുടങ്ങാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. വേറെ പല പ്ലാനും ഉണ്ടായിരുന്നു കേട്ടോ. 1000 സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യലായിട്ട് വേറൊരു സ്പെഷ്യൽ വണ്ടിയുടെ സാധനമൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പല രീതിയിൽ നോക്കിയിട്ട് അത് നടക്കുന്നില്ല, ഒന്നും അങ്ങോട്ട് ടൈം അങ്ങോട്ട് ശരിയാകുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇവനിവിടെ ഉള്ളപ്പോഴത്തേക്ക് എൻ്റെ രാശിയാണ് ഇവൻ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ലൈഫിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവനെ കൊണ്ട് തന്നെ 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ ആ ഒരു സന്തോഷം അങ്ങോട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യത്തെ നമ്മുടെ വീഡിയോയിൽ ഇല്ലെങ്കിൽ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതും പിന്നെ ഇവൻ്റെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളുമൊക്കെ ഈ ഒരു സന്തോഷത്തിൻ്റെ കൂടെ ഞാനങ്ങ് ചേർത്തങ്ങ് വിടുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ വീഡിയോസിന് എല്ലാ തരത്തിലുള്ള നല്ല കമൻസ്, മോശം കമൻസ് അതൊന്നും ഞാൻ നോക്കുന്നില്ല. കൂടിയ പക്ഷം നല്ല കമൻസാണ്, അതിന് ഒരുപാട് സന്തോഷം. എല്ലാ തരത്തിലും എന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണെന്ന് ഭൂരിഭാഗം പേരും സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് പോലും അറിയത്തില്ല. ഇനിയും സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് എഫേർട്ട് ഇതിൻ്റെ പുറകിൽ നടപ്പുണ്ട്. ഒറ്റയ്ക്കാണ്, ആരുമില്ല ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ. ഒരുപാട് വലിയ വണ്ടികൾ, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നുണ്ട്. പൈപ്പ് ലൈനിലാണ്, ഷെഡ്യൂൾഡാണ്, മുറക്കി വരും. അപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇവൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ ഇപ്പം ഞാൻ പറയാം. പിന്നെ നമ്മുടെ ആലപ്പുഴയിൽ പുതിയ സർവീസ് സെൻറ്റർ ഷോറൂം ഓപ്പൺ ചെയ്തതിൻ്റെ ആ ഒരു ലൊക്കേഷനും അതിൻ്റെ കുറച്ച് വീഡിയോയും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ത്യയുടെ ഫസ്റ്റ് റിവ്യൂ ചെയ്തപ്പോഴേ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഈ വണ്ടിയുടെ എല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു അനോയിങ് ആയിട്ടുള്ള ബസർ ഒഴിച്ച് ബാക്കി എല്ലാം ഇഷ്ടമാണ്. ഇത് കണ്ടില്ലേ, ഇപ്പം വെഹിക്കിൾ ഓഫ് ചെയ്ത ബസർ, ഓൺ ചെയ്ത ബസർ, വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബസർ, സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ബസർ, സ്റ്റാൻഡ് തട്ടുമ്പോൾ ബസർ, എന്ത് ചെയ്താലും ബസറാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരിടയ്ക്ക് നല്ല മഴയത്ത് അതിശക്തമായിട്ടുള്ള മഴയത്തൂടെ ഞാൻ ഹൈവേയിൽ ഓടിച്ചിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ബസർ ശബ്ദം കുറഞ്ഞ് ബസർ അങ്ങ് ഓഫായി. അപ്പം ഞാൻ മനസ്സുകൊണ്ട് സത്യം പറഞ്ഞാൽ സന്തോഷിച്ചു. ദൈവമേ, അതങ്ങ് തീർന്നു കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാനിവിടെ ഷോറൂമിൽ കൊണ്ടുപോയപ്പോഴത്തേക്ക് പറഞ്ഞു, സാർ അതേ വെള്ളം കയറുന്നതാണ്, നമുക്ക് വേറെ മാറും. ഞാൻ പറഞ്ഞു വേണ്ട, അത് ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? അതില്ല, നമുക്കത് കമ്പനിയിൽ നിന്നൊക്കെ പെർമിഷൻ എടുക്കേണ്ടി വരും. അവരത് മാറുത്തുന്നു. അങ്ങനെ ആ പോയി എന്ന് വിചാരിച്ച തലവേദന അവർ പിന്നെ കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇതെല്ലാം തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളൊന്നും ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, മറന്നു പോയിട്ടുണ്ട് കുറേയൊക്കെ. ഇതിപ്പോൾ ഞാൻ സെൻട്രൽ സ്റ്റാൻഡിൽ വെച്ചിരിക്കുകയാണ്, ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. വണ്ടി ഇപ്പോൾ റണ്ണിങ് ആണ്, ഇത് കണ്ടല്ലോ, റണ്ണിങ് ആണേ. റിവർ നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മോഡ് മാറ്റാൻ പറ്റത്തില്ല. ഇത് കണ്ട, നമ്മൾക്ക് മോഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കൈ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് മോഡ് മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ ഡ്രൈവിങ്ങിൽ നമുക്ക് എന്ത് ചെയ്താലും ഡ്രൈവിങ്ങിൻ്റെ സമയത്ത് നമുക്ക് മോഡ് മാറില്ല, ഇങ്ങനെ തന്നെ നിൽക്കും. എന്താ എന്ത് ചെയ്താലും മാറില്ല. പക്ഷെ ത്രോട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം നിർത്തിയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഇത്രയും ഒരു ലാഗ് വരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ അപ്പം തന്നെ മോഡ് മാറും. ഇതന്ന് ഞാൻ വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്. പിന്നെ ഇവൻ്റെ സെക്കൻഡ് സർവീസ് ഇപ്പോൾ കഴിഞ്ഞു. സെക്കൻഡ് സർവീസിൽ ഫസ്റ്റ് സർവീസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സർവീസിലും നമ്മുടെ ഈ ചെയിനിൻ്റെ മാസ്റ്റർ ലിങ്ക് ലോക്ക് എന്ന് പറഞ്ഞൊരു സെറ്റപ്പില്ലേ, എനിക്കതിൻ്റെ ടെക്നിക്കൽ ടേം അറിയത്തില്ല. നമ്മുടെ ഈ ചെയിൻ എല്ലാം കൂടി ഇട്ടിട്ട് അവസാനം കൊണ്ട് ലോക്ക് ചെയ്യുന്നൊരു കണ്ണി ഉണ്ടല്ലോ, ആ കണ്ണി
80 രൂപ എന്തോ ആണ്. അത് എല്ലാ സർവീസിലും മാറണമെന്നാണ് റിവർ അഡ്വൈസ് ചെയ്യുന്നത്. അത് മാറിയിട്ടുണ്ട്. പിന്നെ ഗ്രീസിങ്, ലൂബിങ്, ക്ലീനിങ്, പിന്നെ ടോർക്കിങ്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി സർവീസ് ചാർജ് കൂടുതലാണ് കേട്ടോ. ഞാൻ അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ഇച്ചിരി പോരായ്മയായിട്ട് പറയാൻ. 900 സംതിങ് ആയിട്ടുണ്ട് സർവീസ് ചെയ്തപ്പോൾ, 940 അങ്ങനെ എന്തോ ആയി. പക്ഷേ സർവീസ് ഓൺ ടൈമാണ്. അവർ പറയുന്ന സാധനം പറയുന്ന സമയത്ത് തരും. അത് മാത്രമല്ല, നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വണ്ടി എന്താണ് ഈ അകത്തേക്ക് കയറ്റി, വണ്ടിയുടെ ഇപ്പോൾ ലിഫ്റ്റിലാണ്, വണ്ടിയുടെ ഈ ഭാഗം മാറ്റി, വണ്ടിയുടെ ഇത് മാറ്റി, അത് സർവീസ് ചെയ്തു, ഇത് ലൂബ് ചെയ്തു, അതിന് ഓരോന്നിനും വീഡിയോയും ഫോട്ടോയും സഹിതം നമുക്ക് അയച്ചു തരും. ഒരു ലൈവ് നമ്മൾ ഈ ആമസോണിലൊക്കെ ഐറ്റം വരുമ്പോഴത്തേക്ക് ഇന്നത് ഇവിടം വരെ എത്തി, മറ്റേത് അവിടം വരെ എത്തി എന്ന് പറയുന്ന പോലെ ലൈവായിട്ട് നമുക്കിങ്ങനെ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടേയിരിക്കും. അത് നല്ലൊരു സമാധാനമാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഷോറൂമിൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിലും അവിടുത്തെ ആൾക്കാരുടെ സ്റ്റാഫിൻ്റെ പെരുമാറ്റമാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. നമുക്ക് എന്തായാലും ഇപ്പം ചെറിയ മഴയുണ്ട്. ഞാൻ ഈ മഴ എക്സ്പെക്ട് ചെയ്തില്ല. നമുക്ക് ഷോറൂമും കൂടെ, മാതാ സ്കൂളിൻ്റെ അവിടെയാണ്, നമുക്ക് ഷോറൂമും കൂടെ ഒന്ന് കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് കുറേ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന റിവറിൻ്റെ ഫാസ്റ്റ് ചാർജർ. ഇത് ഷോറൂമിൽ മാത്രമേ ഇപ്പോൾ യൂസ് ഉള്ളൂ. നമുക്ക് പബ്ലിക്കിന് വാങ്ങിക്കാനുള്ള പെർമിഷൻ ഇതുവരെ ആയിട്ടില്ല, അവൈലബിൾ ആയിട്ടില്ല. ഇത് ബാംഗ്ലൂർ ബേസ്ഡ് ഡൈനോൾട്ട് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഈ ചാർജർ മാനുഫാക്ചർ ചെയ്യുന്നത്. ഡീറ്റെയിൽസ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ റിവറിൻ്റെ ആലപ്പുഴയിലെ സർവീസ് സെൻറ്ററിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. സർവീസ് സെൻറ്ററും ഷോറൂമും ഒരേ ബിൽഡിങ്ങിൽ തന്നെയാണ്. ഇത് കറക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ കാണുന്ന മാതാ സ്കൂളാണ്, നമ്മുടെ CBSE മാതാ സ്കൂളാണ്. തൊട്ടപ്പുറത്ത് കാണുന്നത് പെനിൻസുലർ ഹോണ്ട കാർ ഡീലർഷിപ്പാണ്. അപ്പോൾ നമുക്കിനി ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഇങ്ങനെയാണ് ആലപ്പുഴയിലെ റിവറിൻ്റെ ഷോറൂം വരുന്നത്. ഞാനിവിടെ നിന്നല്ല കേട്ടോ വണ്ടി എടുത്തത്. ഞാൻ വണ്ടി എടുത്ത് എറണാകുളത്ത് വെണ്ണലയിൽ നിന്നാണ്. ഞാൻ ലാസ്റ്റ് സർവീസ് ഇവിടെ നിന്നാണ് ചെയ്തത്. അപ്പം എന്തായാലും ഇവിടം വരെ വന്നപ്പം ഷോറൂമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് നമ്മുടെ ആലപ്പുഴ ഷോറൂം വരുന്നത്. ഷോറൂമിനോട് ചേർന്ന് തന്നെ ഷോറൂമിൻ്റെ ഇടതുവശത്തായിട്ടാണ് സർവീസ് സെൻറ്ററും വരുന്നത്. ഇവിടെ ആയിട്ടാണ് സർവീസ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് ടെക്നീഷ്യൻസ് ആരും ഇല്ല. ഏതായാലും നന്ദി വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കേണ്ടതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ നന്ദി നല്ല നല്ല വീഡിയോയുടെ രൂപത്തിൽ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് വീഡിയോകൾ എടുത്തു വെച്ചിട്ടുണ്ട്, കുറേയൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേയൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. വീഡിയോകൾ വന്നുകൊണ്ടേയിരിക്കും, സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. എത്ര നന്ദി പറഞ്ഞാലും തീരാത്തൊരു സന്തോഷത്തിൻ്റെ ഒരു പീക്കിലാണ് എന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കൂടെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. We'll see you in the next one. Bye.